ഹായ് ഹലോ ഗുഡ് മോർണിംഗ്. സിന്ധമ്മ ബ്ലോസിന്റെ ഒരു ഹാപ്പി വീഡിയോ എല്ലാവർക്കും സ്വാഗതം. കോലുമുട്ടായി ഇന്നത്തെ പരിപാടി കേട്ടോ. ഇന്നലെ നന്ദൂട്ടി ചേച്ചി മേടിച്ചോണ്ട് തന്നല്ലേ കോലുമുട്ടായി, അച്ചപ്പം, ബിസ്ക്കറ്റ് ഒക്കെ ചേച്ചി മേടിച്ചു കൊടുത്തു. ചേച്ചി ഒരുപാട് ബേക്കറി ഒക്കെ ആയിട്ടാ ഇന്നലെ വന്നേ അല്ലേ? ചേച്ചിക്കുട്ടി പഠിക്കാൻ പോവാ. എല്ലാരും പ്രാർത്ഥിച്ചേക്കണേന്ന് പറഞ്ഞേ. പ്രാർത്ഥിക്കണേന്ന് പറ. പൊടി. അയ്യോ, നല്ല ഷേപ്പ്, നല്ല കോലോ, നല്ല ലുക്കായി എല്ലാരും കാണാൻ. ഇന്ന് ഞങ്ങളിനി എവിടെ കിടക്കേണ്ടി വരുമെന്ന് അറിയത്തില്ല. ഇന്നലെ അടുക്കളയിലായിരുന്നു മാസം. ഇന്നലെ മൊത്തം തേണ്ടേ ആ പൂപ്പന് മാത്രം ഒന്ന് മാറ്റാൻ നമ്മുടെ റൂമിലേക്ക് ഹോളിലേന്ന് പറഞ്ഞോണ്ട് തുടങ്ങിയതാ. ഇപ്പൊ നീ വിച്ചു അമ്മയും കൂടെ തുടങ്ങാന്ന് പ്ലാൻ ചെയ്തു. തുടങ്ങി വന്നപ്പോഴത്തേക്ക് നമ്മളോട് ഒരു ചേട്ടനും കൂടെ കമ്പനിക്ക് കൂടി. അപ്പൊ പപ്പ മൊത്തത്തിലാക്കി കേൾക്കാതെ പറഞ്ഞു. അതുകൊണ്ട് നല്ല പണിയാ ചേട്ടാക്കി. നല്ല ശ്വാസമുട്ടലും കേട്ടോ. എന്റെ ദൈവമേ, 4-5 ഗുളികയൊക്കെയാ വലിക്കുന്ന ഇത്രയും സമയം കൊണ്ട്. എന്നാ അത് ഞാൻ പറഞ്ഞു പോയൊരു ഇഞ്ചക്ഷൻ എടുത്തിട്ട് വരാൻ. അത് കേൾക്കത്തുമില്ല. ആ ചേട്ടൻ്റെ പുറകിൽ മാറത്തുമില്ല. മുട്ടി നിൽക്കും. എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്നെല്ലാം തൂക്കണമെങ്കിലും പറഞ്ഞെങ്കിലും ഇതെല്ലാം ചെയ്ത് പണി ചെയ്ത് കൊടുത്തിരിക്കും. ഇപ്പൊ പുറവശം എന്നാ പറയുന്നത്, ഫ്രണ്ട് ഭാഗം, അതെ, പുട്ടി ആ പെയിൻ ഇതെല്ലാം കളയുക. പൂപ്പലൊക്കെ കായലും ഒക്കെ കളയുക. എന്നിട്ട് ഇനി അവിടെ കൂടെ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ എന്നാണേലും എന്നൊക്കെയാണെന്നുള്ളത് അംഗം കാണിച്ചു തരാം അല്ലേ? നമ്മുടെ വീഡിയോകളുടെ എല്ലാവർക്കും സ്വാഗതം. ഈ 2 ദിവസം ഇങ്ങനത്തെ വീഡിയോ ഒക്കെ പറ്റുള്ളൂ. കിടക്കാണ് മൊത്തത്തിൽ അങ്ങ് അലങ്കോലമായിട്ട് കിടക്കുക. അതെ. ഇവർക്ക് രാത്രി ഉറങ്ങുമ്പം കട്ടയുടെ ഇടയിൽ കൂടെ വെട്ടം കയറുന്നതിന് അവർ കാണിച്ചു വെച്ചേക്കുന്നുണ്ടോ? എന്തോ മതി പേടിച്ച്. അപ്പൊ എന്തായാലും നമ്മുടെ വീഡിയോ പോയി കാണാം കേട്ടോ. പായോ എന്റെ അമ്മ ഗാംഗുലിയോ, ഇതാരാ? അനിൽ കുമ്പളയോ, സുനിൽ കുമ്പളയോ? ഇത് അടിപൊളി. അതാണോ കൊച്ചിന്റെ ബാറ്റും മോളും ആണോ? എന്നാ പാപ്പും മോളും കൂടെ ഇവിടെ കളിച്ചോ. ഞങ്ങൾ ഉറങ്ങാൻ പോവാ. പപ്പു പപ്പു കണ്ണടച്ചേ. പപ്പു ഓ എൻ്റെ അമ്മേ, എന്ത് ദൈവം കണ്ണടച്ച് പിടിക്കാണ്. എന്നിട്ട് ഇച്ചിരി തുറന്നു നോക്കുന്നത് കേട്ടോ. ദൈവമേ, ദൈവമേ മതി. അല്ല, ഇനി മറ്റേ കളി കളിച്ചേ. 1, 2, 3 സാറ്റ് കളി, ഒളിച്ചിരിക്കുന്ന കളി. ഓ എൻ്റെ അമ്മ, ഇപ്പൊക്കെ കേട്ടോ ക്രിക്കറ്റ് കളിക്കാൻ. ഇത് ചെയ്യുമ്പേ കേട്ടോ. അവര് കട്ടിലുണ്ടല്ലോ താറ ഇറങ്ങി. അല്ല പറഞ്ഞിട്ടല്ല, അവിടുത്തെ കൊടുക്കത്തെ ചൂടിന്റെ ആ ചുമ്മാ തൈലൊക്കെ കിടക്കാൻ തോന്നും. എന്റെ പൊന്നെ, 4 കാലം പറിച്ച് തേച്ചാടിയിട്ട് വരുന്നു. ബെഷീറ്റും എന്നാ വേണം? തലൂണ വേണോ? എന്നാ എടുത്തോണ്ട് വരാം. അടിപൊളി ബെഡും ഷീറ്റും കമ്പിളി എല്ലാം കൊണ്ടുവന്നു. ചേട്ടായി പറഞ്ഞതെന്നറിയാം, ഈ 2-3 ദിവസമായിട്ടേ തന്നെ എണീറ്റാ കട്ടൻ ചായ കുടിക്കുന്നത്. എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഉറക്കമല്ലേ ഈ സ്നോബിലയുടെ ഗുളിക വെച്ചിട്ട്. ഇപ്പം ഈസിയായി, എളുപ്പമായി. എണീക്കുക, അവിടെ തന്നെ നിന്ന് ചായ ഇടുക, കുടിക്കുക, കിടക്കുക. അത് മാമോ മറിച്ചിടാൻ നോക്കുക ചേട്ടത്. അമ്മുവേ, അമ്മു നിന്റെ മകളെ നോക്കി വന്നു. നിന്നെ വിളിച്ചപ്പോ എനിക്ക് പോരുവാ. എന്റെ മോളെ, എന്റെ കുഞ്ഞി, എന്റെ ഞങ്ങൾ ഓരോ സ്റ്റെപ്പൊക്കെ എങ്ങനെയാ ഡാൻസ് കളിക്കുന്നത്? എന്റെ മോളെ, അതിപ്പോ കണ്ടിട്ടുണ്ടെന്നത്. ഇനി ചിലപ്പം ഇതാക്കിയാലേ, ചിലപ്പം പക്ഷെ ഇതാക്കൂന്നേ.
ചിലപ്പോ കമന്റ് ബോക്സ് ഓഫ് ആക്കും ഷർട്ടില്ലേ. അയ്യോ അല്ല കൊച്ചു കളിച്ചോ? കൊച്ചു കളിക്കാം, അമ്മയോട് കളിക്കാം. എന്റെ മോളെ, എന്റെ കുഞ്ഞി, എന്റെ കുഞ്ഞാവേ. അയ്യോ തലയും കൂടെ ഊറിയിട്ട് അതായിട്ട് നീ വെളിയിൽ കാണിക്കാൻ. അമ്മ ഇവിടെ ചിരിച്ചു കഴിഞ്ഞാൽ ഫോണും അതിന്റെ കൂടെ തന്നെ കുലുങ്ങും. ഇന്ന് സിന്താമ്മയുടെ പാത്രങ്ങളോടും ഒക്കെ വർത്താനം പറഞ്ഞു, പതുക്കെ പാറ്റയോടും പല്ലിയോടും ഒക്കെ വർത്താനം പറഞ്ഞു. എല്ലാം ക്ലിയർ ആയിട്ട് ഞങ്ങള് ചെയ്യുള്ളൂ കേട്ടോ. നിങ്ങളൊക്കെ ആരിലൊക്കെ വീഡിയോ അടുക്കള കിടക്കുന്നവരൊക്കെ ഉണ്ട്. ഞങ്ങൾ ഇങ്ങനെ ഗസ്റ്റുകളൊക്കെ വരുമ്പോഴാണ് കൂടുതലും. അന്ന് ചൂട്ടുപ്രേതം എന്ന് ഫസ്റ്റ് പേര് വന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടും അവർ രണ്ടുപേരും ചൂട്ടുപ്രേതം എന്ന് വിളിക്കും. എല്ലാരും അന്ന് ഒരു ദിവസം എല്ലാവരും കൂടെ വന്നപ്പോ നിങ്ങളെല്ലാരും കാളി കിടന്ന് ഇട ഒട്ടുമില്ല. ഞാനും നിതിമോളും വന്ന് ഇവിടെ കിടന്നത്. എല്ലാ മുറിയിലും ഫുള്ളാണ്. അല്ല, ചൂട്ടുപ്രേതം ഉണ്ടടി നിന്നെ പിടികൂടിന്ന് പറഞ്ഞു. ജല്ലി കൂടെ വന്ന് ചൂട്ടുപ്രേതം. അതിൽ പിന്നെ അവള് വിഷ്ണുവിനെ വിളിക്കുന്നത് ചൂട്ടുപ്രേതം. എന്നിട്ടത് പുറകീന്ന് വന്നിട്ട് ഭയങ്കര പോസാട്ടോ, മുടിയൊക്കെ അങ്ങ് ഇങ്ങനെ. എങ്ങനെ ഞങ്ങൾ ലൈറ്റ് ഓഫ് ആക്കാം. ഓക്കെ, ഗുഡ് നൈറ്റ് ഉമ്മ, സീ യു. നീ ഇവിടെയാണ് കിടക്കുന്നേ? കുറച്ച് കഴിയുമ്പോ എന്റെ അച്ഛൻ എന്റെ അമ്മ ചോദിക്കും. 1000 ഉമ്മ വരും. പാപ്പുന്റെ അടുത്ത് കിടന്നവിടെ ഗുഡ് നൈറ്റ് ഉമ്മ ഒക്കെ കൊടുത്തിട്ട് വാ. എന്നും രാത്രി അവിടെ അച്ഛനും അമ്മയ്ക്കും പോയി ഗുഡ് നൈറ്റ് ഉമ്മ കൊടുക്കും കേട്ടോ. അതൊരു അവള് തന്നെ അത് പഠിച്ച ശീലമാട്ടോ. നമ്മൾ പറഞ്ഞു കൊടുത്തൊന്നുമല്ല, നല്ല കാര്യ കാരണന്മാർക്ക്. അയ്യോ കുഞ്ഞിനെ കടിച്ചേ. ഞാൻ എവിടെയെങ്കിലും ഒന്ന് ചാച്ചിക്കോട്ടെ എന്നുള്ള രീതിയിൽ അമ്മ വരുന്നത്. എനിക്ക് എവിടെയെങ്കിലും അറിയണം. ഉമ്മ കൊടുത്തിട്ട് വായോ. കിടക്കാൻ പറ്റത്തില്ലെന്നോ? അതെ, ഒരു ദിവസം എന്റെ അച്ഛൻ കാറി നിലവിളിച്ചു വരും. ഡാൻസ് മതി, ഉമ്മ കൊടുത്തിട്ട് വായോ. ഒരു ഉമ്മക്കൊക്കെ ഇത്രയ്ക്കും പവറോ ജാനി? ഓക്കെ ഗുഡ് നൈറ്റ്, ബൈ ബൈ. പോവാ ഇനി എന്നെ ഇറങ്ങുന്നില്ലേ? രാവിലെ തന്നെ അങ്കത്തട്ടിലോട്ട് ഇറങ്ങിയിട്ടുണ്ട്. മുട്ടക്കറി വെക്കാനായിട്ട് മുട്ടയൊക്കെ കിഴങ്ങോടെ പുഴുങ്ങിയിട്ടു. മാവ്, അപ്പത്തിൻ്റെ മാവ് റെഡിയാകും. ഇനി അവിയലിനുള്ളതൊക്കെ കഷ്ണങ്ങൾ എടുക്കണം. പിന്നെ കാണിച്ചു തരാവേ. അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഇവിടെ തകർപ്പം പരിപാടികൾ നടക്കും കേട്ടോ. പൊളിക്കുന്നു, ഒരുത്തി എഡിറ്റ് ചെയ്യുന്നു. കൊച്ചൊരു പൂമ്പാറ്റേനെ പറിച്ചപ്പോൾ കൊച്ചിനോട് മുട്ടൻ വഴക്കാന്ന്. എന്നിട്ട് ഇപ്പോൾ അവിടുന്ന് ഫോട്ടോ ഒക്കെ എടുത്ത് മാറ്റിയപ്പോഴത്തേനും ചൂനനെ പൊട്ടിച്ചോ പാപ്പു ഉണ്ടോ? പാപ്പു ചൂനനെ പൊളിക്കല്ലേ പാപ്പു എന്ന് പറഞ്ഞു. ചൂനനെ പൊളിക്കല്ലേ പാപ്പു. ഇതെല്ലാം നമ്മൾ പിന്നെ ഇനിയും വേറെ മേടിച്ച് ഒട്ടിക്കാന്ന് വിചാരിച്ചോണ്ട് ചേട്ടായി ഓർഡർ ചെയ്തിട്ടുണ്ട്. അതൊരു പോസിറ്റീവാണ് എനിക്ക്. അതെ, ഇതിനകത്ത് പോസിറ്റീവ് എനർജി. ചേട്ടാ അതെല്ലാം അത് തന്നെ സെയിം ബുക്ക് ചെയ്തു. എനിക്കും അത് തന്നെയാണ് ഇഷ്ടപ്പെട്ടത്. അങ്ങനത്തേതും നിങ്ങളുള്ളപ്പോൾ നമുക്ക് ഒട്ടിക്കാം. ബുക്ക് ചെയ്തിട്ടുണ്ട്. അതേ പറഞ്ഞ കൈനീളം ഉള്ളവർക്കേ പറ്റുന്നത്. പപ്പായ ഇന്നലെ വൈകിട്ട് കുറേ പൊളിച്ചു. വേണ്ട കുറേ പോയി നിന്ന് പൊളിക്കുന്നു. അപ്പോൾ സെറ്റി എല്ലാം എടുത്ത് നമ്മൾ മിറ്റത്തോട്ടിട്ടുണ്ടാവും. മഴ മൂടലും കൊണ്ട് ഒരു രക്ഷയില്ല. നമ്മളെന്തെങ്കിലും ചെയ്യുമ്പോൾ ഉള്ള ഒരു പ്രശ്നം അതാ. ഇങ്ങോട്ട് പറക്കിക്കൊണ്ടൊക്കെ ഇട്ടിട്ടുണ്ട് ഇവിടെ. ഇനി മഴയെങ്ങാനും പെയ്താൽ നമ്മൾ പെട്ടെന്ന് പടുതായിട്ട് മൂടണം. ദൈവമേ മഴ പെയ്യേ. പടുതാ മൂടി ഇരിപ്പുണ്ട് ചെറുസേ. അല്ല ഇവിടെ. അപ്പം ഞാൻ അടുക്കളയിലോട്ട് പോട്ടെ.
എൻ്റെ ഏരിയ അടുക്കളയാണ്. ചൂന വരുന്നുണ്ടാവും. ചൂന അതായത് താഴോട്ട് വീണാക്കരുത്. എല്ലാം റെഡിയാക്കിയതാണ്. ഇന്ന് വന്നപ്പോൾ ചീർത്ത് വീണ്ടും ഇരിക്കുക. പിന്നെ ഇന്നും അത്രയും ചീട്ട് വീണ്ടും പുട്ടിയിട്ട് കോട്ടെ. ഇപ്പോൾ പുട്ടി അടിച്ച് വെച്ചേക്കും. ഇനി ഇത് ഉണങ്ങിയിട്ട് ഉരയ്ക്കണം. അത് കഴിഞ്ഞിട്ട് ഉണങ്ങിയാലേ നമുക്ക് അവിടെ ചെയ്യാൻ പറ്റത്തുള്ളൂ. മൊത്തം കുളം എന്ന് പറഞ്ഞാൽ മൊത്തം കുളമാക്കിയിട്ടേക്കും കേട്ടോ. അവരെ പറഞ്ഞ കാര്യമില്ല. അതെ ഇവിടെയും മുട്ടിയിട്ടു. ആ മുറിലോട്ട് ഇന്ന് കയറിയിട്ടില്ല. ഇവിടെ വിഷ്ണു ഫുള്ള് ഭിത്തിക്ക് അടിച്ച് കേട്ടോ. ഭിത്തിയെല്ലാം സെറ്റാക്കി. എൻ്റെ പൊന്നെ ഈ സൈഡും ഒക്കെ ഇരുന്ന് ഒന്ന് ഓർത്ത് നോക്കി. ആദ്യത്തേത് എല്ലാം ഭിത്തി ഫുള്ളടിച്ച് റെഡിയാക്കി. ആ സൈഡായിരുന്നു ഏറ്റവും കൂടുതൽ. അവിടെ ഒക്കെ സെറ്റാക്കി കേട്ടോ. ഇനി ഞാനും അമ്മ കൂടി ഇവിടെ വീണ പെയിൻ്റൊക്കെ ഒന്ന് ഇത് ഉറച്ചൊരച്ച് കളഞ്ഞ് ഇത് റെഡിയാക്കി. ഇനി ഇതേലൊക്കെ തുടയ്ക്കണമേ. ഇതുണ്ടോ ജനലിലുമൊക്കെ. അപ്പം ഈ ഒരു മുറിയുടേത് ഭിത്തിയുടെ ഫുള്ള് പരിപാടി. ഇനി ഡോറും ജനലും ഒരു പുറത്ത് എന്നാ കാണിക്കുന്നതെന്ന് കാണിച്ചു തരാവേ. ഒന്നാണ്ടേ നമ്മുടെ ഇപ്പം സിറ്റൗട്ടിൻ്റെ ഫ്രണ്ട് വശമൊക്കെ ഈ ഒരു പരുവത്തിൽ കേട്ടോ. അപ്പം ഇതുകൊണ്ടോ ഇതേ ഫോണൊക്കെ പൊളിച്ച് എന്തേരെയാണോ പൊളിയുന്നതെന്ന് ചോദിച്ചാൽ എന്തേരെയാണ് പൊളിഞ്ഞ് വരുന്നതെന്നറിയോ? അയ്യോ എൻ്റെ പൊന്നെ നല്ല പണിയാണ് കേട്ടോ. സെറ്റിയാണ് ഇത് മൂടി ആവശ്യം ഇത് വെച്ച് പടുത ഇട്ടിട്ടേക്കുന്നത്. മഴ പെയ്താൽ കഴിഞ്ഞു. എന്നാണ് വിഷ്ണു ഉള്ളത് അച്ഛ കേട്ടോ. ആ ചേട്ടൻ കൂടിയെല്ലാം ചെയ്യുന്നുണ്ട് കേട്ടോ. ഇല്ലേ കയറല്ലെന്ന് ഞാൻ പറഞ്ഞു കേട്ടോ. അയ്യോ അപ്പോൾ ഒരു ലോഡുമായിട്ട് വരുന്നുണ്ട്. ഈ ഒരു മുറി മാത്രമേ ഉള്ളൂ ഇച്ചിരി വൃത്തിയുള്ളത്. ഞങ്ങൾ ഇങ്ങോട്ടേക്കൊക്കെ ഒന്ന് മാറ്റി സെറ്റാക്കി. എങ്ങനെ ഉണ്ട് ഞാൻ റൂം? അയ്യോ നോക്ക ഞാൻ ഷീറ്റ് വിരിച്ചിട്ടുള്ളൂ. ഈ ഒരു മുറിയേ ഉള്ളൂ കേട്ടോ ഇച്ചിരി നീറ്റാണുള്ളൂ. ഇനി അത് മടക്കണം. ഡ്രസ്സിൻ്റെ ഇനി നമുക്ക് ഇത് ഡ്രസ്സിങ് ടേബിളും ഇതൊക്കെ ഒന്ന് പോളിഷും കൂടെ ചെയ്യാമെന്ന് പറഞ്ഞു പപ്പ. പപ്പ അല്ല അച്ഛനെ കൊണ്ട് ചെയ്യിപ്പിക്കാമെന്ന് കയ്യോടെ ഇതും. അപ്പം നമ്മുടെ റൂമിനകമൊക്കെ ഇങ്ങനെ ഒന്ന് സെറ്റാക്കി. അലമാരിയൊക്കെ ഈ സൈഡിലോട്ട് മാറ്റി. ചേട്ടൻ ഷർട്ടൊക്കെ ഇടുന്ന ഹാങ്കറിൻ്റെ ആ സ്റ്റാൻഡ് അങ്ങോട്ട് മാറ്റി. മിഷ്യൻ തൽക്കാലത്തേന് ഇങ്ങോട്ട് ഇട്ടു. മിഷ്യൻ പക്ഷേ എനിക്ക് ജനലിൻ്റെ അടുത്ത് കിടക്കുന്നതാണ് ഇഷ്ടം. അല്ല അത് ഇത് ഡ്രസ്സിങ് ടേബിളേ ഇതാക്കി കഴിഞ്ഞിട്ട് പോളിഷ് അടിച്ച് കഴിഞ്ഞ് ഡ്രസ്സിങ് ടേബിൾ ഇവിടെ ഇടാം. കട്ടില കയറല്ലേ ഞാൻ പറഞ്ഞേടി കാല ചെളിയാ കയറണ്ടേ. ഈ റൂമിനകത്ത് പൊടിയാണ്. ഓടി ചാടി വന്ന് കയറിയിട്ട് പൊടിയില്ല. നിങ്ങൾ ആറ്റി പോണോ? അയ്യോ അത് എങ്ങനെ കളയും? പോന്നിട്ടാറ്റി എന്നാ അമ്മൂക്കെ പോട്ട് വരട്ടെ. അങ്ങോട്ട് അപ്പുറത്തെ ഇടയിലോട്ട് പോകുന്ന മാതിരി ഇടാതെ. ഞാൻ മടക്കിക്കോളാം. കുളിച്ചിട്ട് വന്നിട്ട് മടക്കാം. പെയിൻ്റൊക്കെ അടിച്ചിട്ട് മൂന്നെണ്ണം കൂടെ ആറ്റിലോട്ട് പോകുന്നുണ്ട് കേട്ടോ. കൊച്ചിനെ ആറ്റി കുളിപ്പിക്കുന്നില്ല. അവൻ്റെ ദേഹത്തൊക്കെ ആയതുകൊണ്ടേ ആ ചേട്ടൻ പരിപാടി നിർത്തി കേട്ടോ. സമയം 5 മണി കഴിഞ്ഞു. അപ്പം വേണ്ടേ നമ്മുടെ വീടിൻ്റെ സ്റ്റൈൽ കണ്ടോ. അപ്പോൾ ഫ്രണ്ട് ഫുള്ള് അത്യാവശ്യം നീറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. ഇനി സ്റ്റെയറിൻ്റെ ഈ ഒരു സൈഡുണ്ട് ഇച്ചിരി. ബാക്കിയൊക്കെ നീറ്റാക്കി കുട്ടപ്പനാക്കി. നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്. കണ്ടോ? ഓ നീറ്റായി. ഇനി നമ്മുടെ പറമ്പിലെ കളയും കൂടെ ഒന്ന് കളയണം. പറമ്പ് കിടക്കുന്നതിൻ്റെ പേടിച്ച് പോകും. പാമ്പ് കിടക്കുന്നവർക്കുണ്ട്. അപ്പം സെറ്റായിട്ടുണ്ട് കേട്ടോ. നല്ല ഭംഗിയായിട്ടുണ്ട്. ഇനി നമുക്ക് തൂണിന് അവർ പറയുന്നു തൂണിന് വെള്ളം തന്നെ മതിയമ്മേന്ന്. പക്ഷെ മറ്റേ കളർ അടിക്കുമ്പം വെള്ളയ്ക്ക് ആയതുകൊണ്ട് എങ്ങനെ ആകുമെന്ന് അറിയത്തില്ലെന്ന്. എവിടെ ആണോ? മോട്ടർ മുഴുവൻ വേറെ കളറാക്കുവാണോ? എന്താ ദൈവമേ എനിക്കറിയത്തില്ല കേട്ടോ. ഇവരുടെ രണ്ടിൻ്റെയും പ്ലാൻ പണി കഴിഞ്ഞ് കഴിയുമ്പോൾ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. തന്നെ ഇരിക്കട്ടല്ലേ ചേട്ടാ. ഇന്ന് നനയതില്ലാത്ത രീതിയിലാക്കി വെച്ചു. സ്കൂട്ടി മാത്രം ഇങ്ങനെ കയറ്റി വെച്ചു. ഇനി സിറ്റൗട്ട് ഞാൻ ഒന്ന് ചുമ്മാ ജസ്റ്റ് ഒന്ന് ഇതൊന്നൊക്കെ ഒന്ന് കളഞ്ഞിട്ട് ഇടാം. മണ്ടലത്തെ എല്ലാം കളഞ്ഞു. നടയിലത്തേതേ ഉള്ളൂ. ഇനിയുണ്ടോ? ആണോ? ചേട്ടായി ഉണ്ടല്ലോ നമ്മുടെ പെയിൻറ്റ് അടിക്കാൻ നമ്മളെ സഹകരിക്കാൻ വന്ന ചേട്ടൻ്റെ ഫോൺ മേടിച്ചിട്ട് നമ്മളെ സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് പോയി കണ്ടോണം. ചേച്ചിയെ കാണിക്കണം, പിള്ളേരെ കാണിക്കണം, എല്ലാത്തിനും ഇത് ചെയ്തേക്കണം അങ്ങനെയെല്ലാം പറഞ്ഞിട്ടുണ്ട്. ഇനി കൊടുക്കാം. സമയമായത് പോട്ടേന്ന് കേട്ടോ നമ്മുടെ ചേട്ടൻ. അല്ല ഇതാണ് നമ്മുടെ ചേട്ടൻ. എന്താണ് നമ്മളെ പെയിന്റ് അടിക്കാൻ നമ്മുടെ വീട് കുട്ടപ്പനാക്കാൻ വന്നേക്കുന്നത് ചേട്ടൻ കേട്ടോ. അതെ അടിപൊളി. അത്രേ ഉള്ളൂ.
വീട് കുട്ടപ്പനാക്കുമ്പോഴത്തെ കുട്ടപ്പൻ ചേട്ടൻ ചായയൊക്കെ കുടിച്ചു. മഞ്ഞും അച്ചപ്പമായിരുന്നു കേട്ടോ ഇന്ന് 4 മണിക്ക്. ഞാനേ അവർ ടി വി സ്റ്റാൻഡ് ഇങ്ങോട്ട് മാറ്റിയപ്പോഴത്തേനും എൻ്റെ മാതാവിനെ മാത്രം ഈയിട്ട് എടുത്തോട്ട് പോകാം കേട്ടോ. മാതാവിനെ ഇനി നമുക്ക് സെറ്റാക്കി നല്ല കുട്ടപ്പനാക്കി അവിടെ വെക്കാം. ഇപ്പം ഇങ്ങനെ ചുമ്മാ എടുത്തിട്ടേക്കൊന്നും ഓർക്കണ്ട. 2 മാതാവിനെയും മറ്റേ എമർജൻസിയും കൂടെ ഞാനിങ്ങോട്ട് എടുത്തു വെച്ച കേട്ടോ. പാവൊരു ചേട്ടനാ കേട്ടോ. എന്നാ പറഞ്ഞാൽ ചേട്ടാനെ കൂട്ടുകാരൊക്കെ ഇങ്ങനത്തെ ആൾക്കാരാണ്. സൈലൻ്റാണ് താനും, ആൾ പാവമാണ്. തുണിയിടാൻ പോയോ? ഓ ചേട്ടടാ നോക്കി പറഞ്ഞു പോയി കുത്തിയിരിക്കുന്നു. നോക്കി ഒന്നും കഴിഞ്ഞല്ലോ, ഒന്നും ആയിട്ടില്ല. ഇവിടെ ഈ സൈഡൊക്കെ അടിച്ചു കേട്ടോ. ഈ സൈഡ് അടിച്ചിട്ടില്ല. എന്നാന്നറിയോ, ഇതിവിടെ ഇരുന്നുകൊണ്ട് നാളെ ഈ ഭാഗം നല്ല കുട്ടപ്പനായി. എന്നാ പറഞ്ഞാൽ എൻ്റെ ദൈവമേ എല്ലാം ഇതാക്കി. പിന്നെ ഇവിടെ പണ്ട് വലിയ ടി വി വെച്ചപ്പോഴത്തേന് ഈ ജനൽ പൊട്ടിപ്പോയിട്ടുണ്ടായിരുന്നു. ഭയങ്കര ഒരു കഷ്ണമായിട്ട് ഇങ്ങനെ അടന്നെടുത്തുകൊണ്ട് പോയായിരുന്നു. അന്ന് അവർ ടി വി അഴിച്ചുകൊണ്ട് പോയപ്പോൾ ജനലിൽ ഇവിടെ പൊത്തായിരുന്നു. അതൊക്കെ അടച്ച് കുട്ടാപ്പനാക്കി തരുന്നു കേട്ടോ. അത് കണ്ടപ്പോൾ ഒരു സന്തോഷമായി. എന്നാന്നോ വീടൊക്കെ പൊട്ടിയൊക്കെ ഇരിക്കുന്നത് നമുക്കൊരു സങ്കടമുള്ള കാര്യമല്ലേ. അപ്പോൾ ചേട്ടാ സ്കൂട്ടിയിലൊക്കെയാണ് പോകുന്നത് കേട്ടോ. ഉണ്ടോ സ്കൂട്ടിയിലൊക്കെയാണ് പോകുന്നത്. സ്കൂട്ടി ഈയിടെ പട്ടിയുടെ വിലങ്ങൻ ചാടിയിട്ട് ഒന്ന് മറിഞ്ഞ് കാലൊക്കെ ഇച്ചിരി പൊട്ടിയിരിക്കുക കേട്ടോ. മദ്യമൊന്നും കഴിക്കുന്ന ആളല്ല കേട്ടോ. നല്ല പക്കാ ഡീസൻ്റാണ് അല്ലേ ആ ചേട്ടനെ? മദ്യമൊന്നും കുടിക്കുന്ന ആളല്ലല്ലോ. പക്കാ ഡീസൻ്റ്. നല്ലൊരു മനുഷ്യൻ കേട്ടോ. പാവമെന്ന് വെച്ചാൽ വെറും ഒരു പാവം. കുമാരി ചേച്ചി പയർ പറിക്കാൻ കയറി വരുന്നുണ്ടെന്നാണ് പറഞ്ഞത്. അവിടെ ഇവിടെയൊക്കെ പയർ കിടപ്പുണ്ട്. കഴിഞ്ഞ പ്രാവശ്യത്തെ ഒത്തിരി ഇച്ചിരി മൂത്ത് പോയായിരുന്നു. കൊച്ചെ ഈ പരുവത്തിൽ പറിച്ച് വെക്കണമെന്നൊക്കെ പറഞ്ഞു. പറിക്കാനുണ്ട് അതിൽ. ചേച്ചി ഉച്ചയ്ക്ക് കയറി വന്നു കേട്ടോ. ഇപ്പോൾ പയർ നിപ്പുണ്ടല്ലോ കൊച്ചെന്ന് പറഞ്ഞു. ഞങ്ങളെ പറിച്ച് വെച്ചതാണ് ഇപ്പോൾ കൊണ്ടുപോകാനായിട്ട്. ഇനി അവിടെ താഴെയുണ്ട്. അത് വേണം കുമാരി ചേച്ചി തന്നെ പറിക്കട്ടെ. ഇവിടുത്തെ ചേട്ടായി പറിച്ചു. കാക്ക പോകുന്നുണ്ടോ? ചൂന ഉണ്ടായിരുന്നു. ഇപ്പോൾ പറയുന്നത് കാക്ക ഉണ്ടാ. കാക്ക പോകുന്നുണ്ടാണേ. കാണാൻ പറ്റത്തില്ലേ? ഉണ്ടോ? അയ്യോ കാണാൻ പറ്റുന്നില്ല. അപ്പോൾ ചേട്ടായി കുളിക്കാൻ പോയി. പിള്ളേരാറ്റിപ്പോട്ട് വന്നിട്ടില്ല. കിങ്ങിണി ഇറങ്ങത്തില്ല കേട്ടോ. വെള്ളത്തിലോട്ട് ഇറങ്ങത്തില്ല. ഇന്നലെ പോയിട്ട് വന്നിട്ട് പറഞ്ഞു ഇനിയും കിങ്ങിണി ഞാൻ വരുന്നില്ലെന്ന്. ഇപ്പോൾ ചേട്ടായി സ്കൂട്ടിയെ കൊണ്ടുപോകാൻ കറക്കാൻ കൊണ്ടുപോകുന്നൊക്കെ ഓർത്തുകൊണ്ട് കരഞ്ഞതാണ്. അതുകൊണ്ട് പിന്നെ അവരങ്ങ് കൊണ്ടുപോകുന്നുള്ളൂ. ഇറങ്ങിയല്ല. ഒരാൾ കുളിച്ചിട്ട് കയറി പിടിച്ചുകൊണ്ടിരിക്കത്തേ ഉള്ളൂ കേട്ടോ. അങ്ങനെ വെള്ളത്തിൽ ഇന്നലെ ഇറങ്ങിയില്ലെന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് പിന്നെ വലിയ കുഴപ്പമില്ല. ഇവിടെ നമ്മുടെ പ്രീതിയുടെ സൈഡിലാണ് പോകുന്നത്. അവിടെ വലിയ പ്രശ്നമില്ലാത്ത ഏരിയയാണ്. അപ്പം അങ്ങനെ. അപ്പം ഈ ഒരു കോലത്തിലൊക്കെ ആയിരിക്കും കുറച്ച് ദിവസത്തേന് കാണുന്നത്. അടിച്ചു പൊളിച്ച് നല്ല ക്ലിയറായിട്ടത് നടക്കാൻ പറ്റുന്നില്ല കേട്ടോ. എന്താണെന്ന് വെച്ചാൽ അപ്പടിയും പൊടിയും മുഷിഞ്ഞും ഇതായിട്ട് കിടക്കുമല്ലേ. അപ്പം നമ്മൾ വലിയ ഇതിനായിട്ട് നിൽക്കണ്ടല്ലോ. ഒരു പാവം മനുഷ്യനാട്ടോ. നല്ലൊരു ചേട്ടന്. പുള്ളിക്കാരനെല്ലാം നല്ല അത്യാവശ്യം കുഴപ്പമില്ലാണ്ടൊക്കെ ചെയ്തു തരുന്നുണ്ട്. നമ്മളൊരു ഓടിച്ചടിക്ക് അടിക്കാമെന്ന് വിചാരിച്ചുകൊണ്ടാണ് വലിയ ഒത്തിരി ഇതിന് പോകാണ്ട്. ഇപ്പം ഞങ്ങൾ മാത്രം തുടങ്ങാമെന്ന് വിചാരിച്ചിരുന്നില്ല. അപ്പം മൊത്തത്തിൽ ചെറുതായിട്ടൊക്കെ ഒന്ന് വിളിപ്പിച്ചേക്കാം. അത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇന്നത്തെ വിശേഷമൊക്കെ ഇത്രേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ഒടുപ്പി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റിൻ്റെ കൂട്ടത്തിൽ അവരോടുകൂടെ ഒന്ന് ഇടിച്ചു കൊടുത്തേ കേട്ടോ. അപ്പോൾ പുതിയൊരു ഹാപ്പി വീഡിയോ വരുന്നവരെ എല്ലാവർക്കും ടാറ്റാ.